ഹലോ, നമസ്കാരമുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? അപ്പോൾ നമ്മൾ പരിപാടിയൊക്കെ നടത്തുമ്പോൾ ആൾക്കാർ ചോദിച്ചു, നിങ്ങൾ അമേരിക്കയിലല്ല, അമേരിക്കൻ ഇലക്ഷനെ പറ്റി നിങ്ങൾക്കൊന്നും പറയാല്ലേ എന്നുള്ളത്. അല്ല, ഞാൻ തുരുമ്പിനെ പറ്റിയിട്ട് മുമ്പേ ഒരു പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കേൾക്കുന്നല്ലേ പരിപാടിയൊക്കെ? കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ആ ഇലക്ഷൻ ഡിബേറ്റൊക്കെ കണ്ടിട്ടില്ലേ? ചെറിയ കുട്ടികളെ പിടിച്ചിട്ട് സ്റ്റേജിൽ വെച്ച മാതിരിയാണ്. വെറുതെ കൊഞ്ഞനം കാണിക്കുക, ചീത്ത പറയുക, മൂക്കിൽ വിരലിട്ട് കൊണ്ട് തേച്ചില്ല എന്നുള്ള മറ്റാളുടെ മുന്നിൽ. അതല്ലാണ്ട് എല്ലാ സാധനവും ആ സ്റ്റേജ് മുകളിൽ നടന്നിട്ടുണ്ട്. നാലാമത്തെ അഞ്ചാമത്തെ ഡിബേറ്റ് ഉണ്ടെങ്കിൽ എന്തായാലും രണ്ടാളും മൂക്കിൽ വിരലിട്ട് കൊണ്ട് അപ്പുറത്ത് തേക്കേന്. അല്ല, കുട്ടികളുടെ മാതിരിയാണ്, നമ്മളെ സ്കൂളിലൊക്കെ ഉള്ള മാതിരി ഐറ്റ കളിയാണ്. ഇപ്പം എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുവിൽ എന്നുള്ളതിന് യഥാർത്ഥമായിട്ടുള്ള സംഭവമാണ് അമേരിക്കക്കാരുടെ സ്ഥിതി. കാരണം ചെങ്ങായിൻ്റെ പ്രശ്നം എന്താ പറയുക, തുരുമ്പ് മൂപ്പരൊരു കുളൂസന് എലക്ഷന് എന്നാണ് എനിക്ക് തോന്നുന്നു. മൂപ്പര് ജയിക്കുന്നെന്ന് വിചാരിച്ചില്ല. പക്ഷെ റിപ്പബ്ലിക്കക്കാരുള്ള മോയന്തന്മാരൊക്കെ കൂടി പിടിച്ച് മൂപ്പരെ പ്രൈമറി കാൻഡിഡേറ്റ് ആക്കി. ഇയാളിപ്പോൾ ശപിക്കുന്നുണ്ടാവും. പണ്ടാരടങ്ങാൻ വെറുതെ നമ്മളൊന്ന് സ്റ്റൈലാക്കാൻ വേണ്ടി നിന്നാണ് ഈച്ചകൾ വന്നിട്ട് നമ്മളെ ജയിപ്പിച്ചാട്ട് വിട്ടെന്ന്. ഇനിയിപ്പോൾ എലക്ഷൻ ആരാ ജയിക്കുക? കാരണം മുമ്പൊക്കെ തന്നെ ഹിലരി ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുഷ്പം പോലെ ജയിക്കും, പുഷ്പം പോലെ ജയിക്കും എന്നുള്ളതാണ്. പുഷ്പമൊക്കെ വാടിപ്പോയി ഇപ്പോൾ എന്തായാലും. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടൈറ്റാണ്, ഭയങ്കര ടൈറ്റ് എലക്ഷനാണ്. പക്ഷെ എലക്ഷൻ്റെ സംഭവം കാണുമ്പോൾ നമുക്ക് ഒരുമാതിരി ഈ ഇൻഹരിഹർ നഗർ സിനിമയോ അല്ലെങ്കിൽ ടോം ആൻഡ് ജെറിൻ്റെ കാർട്ടൂണൊക്കെ അല്ലേ, അതുമാതിരിയൊക്കെ ഒരു തോന്നലാണ്. കാരണം ഇവര് രസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചങ്ങായിൻ്റെ ഇവളെ ആരാണ് ഈ നമ്മളെ തുരുമ്പിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് ഈ പൊളിറ്റിക്സിലൊന്നും യാതൊരു ഐഡിയ ഇല്ല. ഇവർ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സൊക്കെ ആയിട്ട് നടക്കുക, തൽക്കച്ചവടം അതൊക്കെ ആയിട്ട് നടക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ മൂപ്പർ എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പര് ഇലക്ഷനിൽ നിന്ന് മൂപ്പര് വിചാരിച്ചെന്ന് പറഞ്ഞാൽ മൂപ്പര് തെറി പറഞ്ഞാലും നല്ല പറഞ്ഞാലൊക്കെ മൂപ്പർക്ക് എല്ലാം നല്ല കാര്യമാണ്, മൂപ്പർക്ക് എന്ത് ചെയ്യാന്നുള്ളത്. ഇപ്പം എന്താ സ്ഥിതി എന്ന് പറഞ്ഞാൽ മൂപ്പരെ ഹോട്ടലിലൊന്നും ആൾക്കാർ പോകുന്നില്ല പോലും. ഇപ്പം ബിസിനസ്സും ഒരു സ്ഥിതിയാണ്. പിന്നെ ടാക്സ് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ മുകളിലുള്ള പ്രശ്നങ്ങൾ വേറെ ഉണ്ട്. ഇപ്പം ഹിലരിച്ചിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ആൾക്കാരിനോട് ചോദിച്ച് എങ്ങനെ ഉണ്ടോ, എന്തേ ആവുമോ അത്. ഞാൻ ചോദിച്ചു ബലൊക്കെ ഞാൻ എന്താ പോക്കറ്റിലിട്ട് അടക്കുക, എന്തെങ്കിലും ആവുക വെച്ചാൽ ആരെങ്കിലും ഒരാൾ ജയിക്കൂ. ഇപ്പം എന്താ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിലരിയച്ചിൻ്റെ ഇമെയിലിൻ്റെ പ്രശ്നം ഉണ്ടല്ലോ, ഒന്നും രണ്ടും അല്ലല്ലോ സ്റ്റായി, എത്ര കണ്ട് ഇമെയിലുകളാ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് ഇതാരോ കൊണ്ടുപോയിട്ട് കുറേശ്ശെ ആയിട്ട് കൊണ്ടിട്ടും ചെയ്യും. ഇവർക്ക് ആദ്യമൊക്കെ ഇപ്പോൾ ഒരുമാതിരി പരക്കം പാച്ചിൽ പിടിച്ച് നടക്കുകയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോറിഡ ഉണ്ട്, നെവാഡ ഉണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നോക്കി നമ്മുടെ CNN സംഭവത്തിൽ 66 വോട്ട് അവിടെയാണോ ഇവിടെയാണോ എന്നുള്ളത് ഭയങ്കര ടൈറ്റിൽ നിൽക്കുകയാണ്. 204 തുരുമ്പിൻ്റെ അടുത്തും 268 ഇവിടെ ഹിലരിച്ചിൻ്റെ അടുത്തും. 66 മുകളിലായി കളി കളിക്കുന്നത്. അടുത്തൊരു 6-7 ദിവസത്തിൽ കഴിഞ്ഞ 10-14 ദിവസത്തിലാണ് സംഭവം കംപ്ലീറ്റ് ആയിട്ട് മാറിക്കളഞ്ഞത്. കാരണം ഓല കേസിൽ ഓലമേൽ FBI കേസുണ്ട്, ആനുണ്ട്, കുതിരണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം തുരുമ്പിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പർ ജയിക്കണം എന്ന് ഉദ്ദേശിച്ചിട്ട് അതിൽ നിന്നയക്കിയല്ല. മൂപ്പർക്കാണെങ്കിൽ ഒരു ഐഡിയ ഇല്ല. ഇനിയിപ്പോൾ ഇയാൾ വിജയിക്കുന്നുണ്ട്, ഇയാൾ ജയിച്ചോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റിപ്പബ്ലിക്കൻ ആൾക്കാർ മൂപ്പർ ജയിച്ചിട്ട് ഈ ലെവലിൽ എത്തിയത്, അതായത് ഈ പ്രൈമറി പോലെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ള എല്ലാ സാധനം കഴിഞ്ഞ് മൂപ്പർ ഈ പ്രൈമറി കാൻഡിഡേറ്റ് ആയി വരാനുള്ള സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂപ്പരെ കഴിവല്ല, അതാണ് അതിൻ്റെ സംഭവം. അത് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ അവിടെയുള്ള ആൾക്കാരുടെ കഴിവുകേട് കാരണമാണ്. ഇപ്പോൾ ഒരു പാർട്ടീൻ്റെ കഴിവുകേട് കാരണം ഏതെങ്കിലും ഒരു ചെങ്ങായി ഇലക്ഷന് വേണ്ടി വന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെങ്ങാനും ജയിച്ചാൽ ഞങ്ങൾ സ്ഥിതി ആലോചിച്ച് നോക്ക്. പുറത്തുനിന്നുള്ള ആൾക്കാർ വന്നിട്ട് ഹിലരിയേച്ചി അങ്ങനെയാണ്, ബോംബ് ഇട്ടില്ല, ഇതൊക്കെ ശരിയാണ്. ഹിലരിയേച്ചി പെർഫെക്റ്റാന്ന് പറയുന്നില്ല. പക്ഷെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് കമ്പാരിസൺ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം തുരുമ്പിന് പകരം മെക്കാനൊറ്റാണെങ്കിൽ പുഷ്പം പോലെ ജയിച്ചു പോയിന്. അതുമാതിരി തന്നെ ഹിലരിയേച്ചിക്ക് വല്ല ബെർണി ആയിട്ടാണെങ്കിലോ എപ്പോൾ ജയിച്ചെന്ന് ചോദിച്ചാൽ മതി. അതാണ് പ്രശ്നവും. ഇതിപ്പം പറഞ്ഞാൽ ഏത് രാജ്യത്തിലുള്ള സംഭവമാണ്. എന്ത് ഇപ്പം വോട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ടാളും ഒരേപോലെ കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഇപ്പം ചില നാട്ടിൽ നിന്നൊക്കെ ചില ആൾക്കാർ വന്നിട്ടുണ്ട്, എന്താ അങ്ങനെ ഹിലരി അങ്ങനെ ചെയ്തില്ലേ, തുരുമ്പ് ഇങ്ങനെ ചെയ്തില്ലേ എന്നല്ലേ. കേട്ടാ തോന്നും ഇവിടെ നാട്ടിലെ രാഷ്ട്രീയക്കാരൊക്കെ ഗംഭീര ചങ്ങായിമാരാണ്, ഒരു തെറ്റും ചെയ്യാത്ത പാവം കുറ്റിയോളല്ലേ. അതാണ് എല്ലാ സ്ഥലത്തും ഇങ്ങനെയൊക്കെ തന്നെ രാഷ്ട്രീയം. അല്ലാണ്ട് അമേരിക്കയിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിന് വലിയതൊന്നുമില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇങ്ങനെ രണ്ടാൾ തല്ലുടനെ പബ്ലിക്കായിട്ട് കേൾക്കുന്ന സാധനം ഉണ്ടാവില്ല.
അത് അമേരിക്കയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം കേൾക്കുന്നത്. ആരോ പറഞ്ഞ് അമേരിക്ക ആദ്യമായിട്ടാണ് ജനങ്ങൾക്ക് വേണ്ടാത്ത രണ്ടാൾക്കാർ ഇലക്ഷൻ എടുക്കുന്നത്. പക്ഷെ ഞാൻ എൻ്റെ ഒരു കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഹിലരി ചേച്ചീനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീയാണെന്നുള്ളതുകൊണ്ട് കൂടിയാണ്. കാരണം എന്താ വെച്ചാൽ അമേരിക്കയിൽ എത്രയോ വർഷങ്ങളായിട്ട്, അതായത് സ്ത്രീകൾക്ക് എപ്പോഴും വോട്ടുള്ള രാജ്യമാണ് അമേരിക്ക, അല്ലേ? സ്ത്രീകൾക്ക് വോട്ടുണ്ടായിട്ട് ഇതുവരെ സ്ത്രീ അമേരിക്കയിൽ പ്രസിഡന്റ് ആയിട്ടില്ല. ആഫ്രിക്കൻ അമേരിക്കൻസിന് വോട്ട് കൊടുത്തതിന് ശേഷം ഒരു ആഫ്രിക്കൻ അമേരിക്കൻ പ്രസിഡന്റായി. സ്ത്രീകൾ എന്നാലും പ്രസിഡന്റ് ആയിട്ടില്ല. അപ്പോൾ അതാവണം എന്നുള്ളത് ഒരു ആവശ്യമാണ്. അതിന് വേറൊരു കാര്യമുണ്ട്, ആലോചിച്ച് നോക്കി. ചങ്ങായി തുരുമ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അയാളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര കൊമേഡിയൻ മനുഷ്യനാണ്. അയാളൊക്കെ പിടിച്ചിട്ട് നിൽക്കാന്ന് പറഞ്ഞാൽ അയാൾക്ക് തലയ്ക്ക് വെളിപ്പൊന്നില്ല, എന്തെങ്കിലുമൊക്കെ വിളിച്ചറിയണേ. മുപ്പര് ബിസിനസ് റൺ ചെയ്യുന്നവരും മുപ്പര് അടിച്ച് പൊളിച്ചിങ്ങനെ നടക്കുക. അതാണ് പ്രശ്നം. ഇപ്പം എന്തായാലും എന്നോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു ഐഡിയ ഇല്ല, ആരെങ്കിലും ഒരാൾ ജയിക്കും. പക്ഷേ ഹിലരി ചേച്ചി ജയിക്കണം എന്നുള്ളതാണ് നമ്മളൊരു ആഗ്രഹം. പിന്നെ അതുക്കും ഹിലരി ചേച്ചി ജയിക്കാനാണ് സാധ്യത. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്പബ്ലിക്കൻസിൻ്റെ ഇടയിൽ കുറേ ആൾക്കാരുണ്ട്. ചങ്ങായി ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലാകാലമായിട്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ഈ എന്താ പറയുക പൊളിറ്റിക്സൊക്കെ ആയി നടക്കുന്ന എല്ലാ എണ്ണത്തിൻ്റെ പിന്നിലെടുത്ത് ഒറ്റ അടി എടുത്ത മാതിരിയാണ് ചങ്ങായി ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ചങ്ങായി ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടീൻ്റെ ഉണ്ടല്ലോ ഈ അടിത്തറ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അവിടെ ഉള്ള ഗംഭീര ജാമ്പവാന്മാരായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. ഓൽക്കൊക്കെ തലയ്ക്ക് കൊട്ട് കിട്ടിയ മാതിരിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇയാൾക്കെതിരെ ഒരു ചെറിയൊരു സംഭവം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഉള്ളിൽ നിന്നുണ്ടാവും. ഞാൻ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഒരു തിരിയാൻ സാധ്യതയുണ്ട് എന്നുള്ള എൻ്റെ ഒരു പക്ഷം. നേരെ വരുന്ന ഡെമോക്രാറ്റിക് പാർട്ടിയിൽ എന്താ? ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഹിലരി ചേച്ചിനെ സപ്പോർട്ട് ചെയ്യും. നമ്മൾ പ്രസിഡന്റ് അടക്കം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഹിലരി ചേച്ചി ജയിക്കാനാണ് സാധ്യത എന്ന് തോന്നുന്നത്. ഭാര്യ ചോദിച്ചെന്നോട്, അല്ല ട്രംപ് ജയിച്ചാൽ ഇനി എന്താ ചെയ്യാൻ? ഞാനെന്ത് ചെയ്യാനാടോ? ട്രംപ് ജയിച്ചാൽ എന്താ, ഹിലരി ചേച്ചി ജയിച്ചാൽ എന്താ? ട്രംപ് ജയിച്ചാൽ ഇവിടെ പ്രശ്നം ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടില്ലേ കുക്ലസ് ക്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? ഓലയൊക്കെ വിചാരിക്കുന്ന ട്രംപ് എന്ന് പറഞ്ഞാൽ ഓല ചങ്ങായിയാന്നാ. കാരണം ഈ തുരുമ്പ് ജയിക്കും എന്ന് പറഞ്ഞിട്ട് വല്ലൊക്കെ മുണ്ടും മടക്കുത്തി റെഡിയായി കുത്തിരിക്കുക, തലയിൽ മൂടി കിട്ടുള്ള ജാതി വൈറ്റ് സുപ്രീമിസ്റ്റ്. അതന്നെ അയിട്ടാ ചങ്ങായിമാര്. ഓലിപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഓലൊരു പത്രമുണ്ട്, ഒരു മഞ്ഞപ്പത്രം. ആ മഞ്ഞപ്പത്രത്തിൽ ചങ്ങായി തുരുമ്പിന് വേണ്ടിയിട്ട് പോയിട്ട് തുരുമ്പിൻ്റെ ആൾക്കാരെ കൂടി പറഞ്ഞ് അങ്ങനെ വോട്ടൊന്നും വേണ്ട, നിങ്ങൾ പറയുന്നത് ശരിയല്ല ഒക്കെ പറഞ്ഞത്. പക്ഷെ രസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ മോഡിയാട്ടം ജയിച്ചപ്പോൾ കുറേ ഞാഞ്ഞൂള് പോലെയുള്ള സാധനങ്ങളുണ്ടായിന്. ഹനുമാൻ സേന എന്നൊക്കെ പറഞ്ഞിട്ട് അയച്ച ആൾക്കാരൊക്കെ പൊന്തി വരുന്ന മാതിരിയാണ് തുരുമ്പ് ജയിക്കുന്ന സമയത്ത് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഇങ്ങനെ മുട്ടി വരുന്നത് നിയോനാസികളും കുക്ലസ് ക്ലാനുകളും ഇതൊക്കെ. അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പം അതുകൊണ്ട് തുരുമ്പ് ജയിക്കരുത് എന്നുള്ളത് നമ്മളൊരു ആവശ്യമാണ്. നമ്മളൊരു ആവശ്യം എന്നുള്ളതല്ല, അമേരിക്കക്കാരുടെയും എല്ലാവരുടെയും ആവശ്യമാണ്. അയാൾ ജയിച്ചതിന് ശരിയാവില്ല. ഹിലരി ജയിച്ചു കഴിഞ്ഞാൽ എന്താവും? ഗംഭീരാവൊന്നുമില്ല. എന്നാലും തുരുമ്പിനെക്കാട്ടും ഭേദം അത്രയേ ഉള്ളൂ. തുരുമ്പിനെക്കൂടി ജോലി പറ്റില്ല, അയാൾക്കൂടെ ആകാത്ത പണിയത്. അയാൾ വല്ല നമ്മളെ എന്താ TV ഷോ ഒക്കെ ചെയ്തിങ്ങനെ നിൽക്കുക എന്നുള്ളതല്ലാണ്ട് അല്ലേ, നല്ല മുടിയൊക്കെ ചീന്തിയിട്ട് വിഗ്ഗാന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ നടക്കുക. എന്ത് ഐ ഫയർ യു ഫയർ മീ എന്നൊക്കെ പറഞ്ഞ് നടക്കുക എന്നല്ലാണ്ട് അല്ലേ. ഏതായാലും ശരി, ഇലക്ഷനെ പറ്റിയിട്ട് മുമ്പൊക്കെ ഇലക്ഷനെ പറ്റിയിട്ട് വലുതാൻ ആധികാരികമായി പറയാനൊന്നും ഉപകാരമുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ ഇവിടുത്തെ സ്ഥിതി ഇതാണ്. 6-7 ദിവസം ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അറിയാം ഇലക്ഷൻ്റെ സ്ഥിതി എന്താണെന്നുള്ളത്. ഏതായാലും നമുക്ക് അങ്ങനെയാക്കാം. അടുത്ത ഇലക്ഷൻ വരുന്നതിൻ്റെ മുമ്പ് ഇനി ഇലക്ഷനെ പറ്റിയ പരിപാടി ഉണ്ടാകുന്നല്ലോ. എന്തേലും ന്യൂസ് ഉണ്ടോ നോക്കാം. ഇപ്പം നാട്ടിലല്ലേ. ഇപ്പോൾ വേറൊരു കാര്യം അത് പറഞ്ഞാൽ മനസ്സിലായി. നമ്മളെ മൂപ്പര് പറഞ്ഞ് ഞാനിപ്പോൾ മീഡിയ തുടങ്ങാൻ സാധ്യത ഉണ്ടെന്ന്. ആൾക്കാർ നിന്നിട്ട് TNN എന്ന് പറഞ്ഞിട്ട് CNN എന്ന് പറഞ്ഞാൽ ട്രംപ് നാഷണൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ട് സംഭവം തുടങ്ങുന്നുള്ളത് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ ഗോസ്വാമി നമ്മളെ ടൈംസിൻ്റെ ഗോസ്വാമി ഉണ്ടല്ലോ, ഗോസ്വാമി വിട്ടത് ട്രംപിനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണോ? ചെറിയൊരു സംശയം. നിങ്ങൾ ആലോചിച്ച് നോക്കി. ചിലപ്പോൾ ആയിരിക്കില്ലേ, നമുക്ക് നോക്കാം. അമേരിക്ക വാണ്ട്സ് ടു നോ, ഇന്ത്യ വാണ്ട്സ് ടു നോ, വേൾഡ് വാണ്ട്സ് ടു നോ ഹൂ വിൽ വിൻ എന്നൊക്കെ ചോദിച്ചിട്ട് ചങ്ങായി വരാൻ മതി ചിലപ്പോൾ അല്ലേ. ആർക്കറിയാം. നമ്മൾ അടുത്ത പ്രാവശ്യം വീണ്ടും കാണാം. ശരി, ആയിക്കോട്ടെ. എന്താ ചെയ്യക്കാ.